ഫ്രണ്ട്സ്, ടേപ്പ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മൾ സ്നേഹത്തിന് വേണ്ടി ആരുടെ മുന്നിലും യാചിക്കരുത് എന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കും, അവനെന്താണ് ഈ പറയുന്നത്, സ്നേഹത്തിന് വേണ്ടി എന്തിനാണ് യാചിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മളിപ്പം ഒരാണോ പെണ്ണോ സ്നേഹത്തിൽ ഏർപ്പെടുന്ന അത് കഴിഞ്ഞ് ആ സമയത്ത് അവർ ബ്രേക്കപ്പ് ആകാൻ ഒരാൾ തീരുമാനിക്കുക, എനിക്കിത് ബ്രേക്കപ്പ് ആവണം എന്ന് തീരുമാനിച്ചു കഴിയുമ്പം അവർ ഇവരോട് പറയാം. പിന്നെ നമുക്ക് ഇടാളോ, എനിക്ക് എനിക്ക് വിട്ട് പോകരുത്, എനിക്ക് അങ്ങനെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം, അങ്ങനെയൊക്കെയുള്ള പല സ്നേഹിക്കുന്ന ഏർപ്പെടുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കും. നമ്മൾ അവരുടെ മുന്നിൽ യാചിക്കരുത് ഒരിക്കലും. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കാശ് കൊടുത്തോ ഒന്നും അവർക്ക് തോന്നണം. ഇപ്പോൾ ഒരു വ്യക്തിയോട് സ്നേഹം ആണെങ്കിൽ ആ വ്യക്തിക്ക് തോന്നണം ഇവനോട് നമുക്ക് യഥാർത്ഥ സ്നേഹമാണെന്ന്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ യാചിക്കുക, അയ്യോ എന്നെ ഒന്ന് സ്നേഹിക്കൂ, എന്നെ ഒന്ന് പ്രേമിക്കൂ എന്നൊന്നും നമ്മൾ പറയരുത്. നമുക്ക് സ്നേഹിക്കണം, എന്നെ വിട്ട് പോകരുതടാ, പ്ലീസടാ, പ്ലീസ് അടി എന്ന് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? അവൻ ഇത്രയേ ഉള്ളൂ, അല്ല അവൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രണയമാണ് അവിടെ ഇല്ലാതാകുന്നത്. അത് പ്രണയമല്ല. അങ്ങനെയുള്ള നമ്മൾ യാചിച്ച് വീണ്ടും ആ വ്യക്തി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് പ്രണയമല്ല. പിന്നെ വീണ്ടും പിണങ്ങി കഴിയുമ്പോൾ അയ്യോടി പ്ലീസടാ വരില്ല അങ്ങനെ പറയുന്നത് പ്രണയമല്ല. അത് മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിനെ തന്നെ ബാധിക്കുക. എന്ന് വെച്ചാൽ അവൻ ഓർക്കും, ഇവരിത്രയേ ഉള്ളൂ, അല്ലെ ഇവളിത്രയേ ഉള്ളൂ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ വില കുറച്ച് കാണിക്കുക. പ്രണയിക്കുവാണെങ്കിൽ അത് കല്യാണം കഴിക്കണം, അല്ലാതെ ആ പണിക്ക് പോകരുത്. ഇത് നമ്മൾ മിക്കപ്പോഴും കാണാം, ഒരാളല്ല പ്രണയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരാൾ പിണങ്ങിപ്പോയി കഴിയുമ്പം, അല്ലെങ്കിൽ അവരൊരാൾ അതിൽ നിന്ന് തന്നെ ബ്രേക്കപ്പ് ആകാൻ തീരുമാനിച്ചു കഴിയുമ്പം അവരെ പിടിച്ചു നിർത്തുന്ന പോലെയാണ്. അപ്പോൾ അവർ നമ്മളെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പോകുന്നവർ പോട്ടെ. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ ഒരാൾ പോകുമ്പോൾ ആ മാനസികാവസ്ഥ എല്ലാം സങ്കടം ഞാൻ അനുഭവിച്ച ഒരാളാണ്. നമുക്കത് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെയാണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ വ്യക്തിത്വം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അടിവറ വെക്കാൻ പാടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.